ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിനയനാണെങ്കിൽ സോനയുടെ അടുക്ക പറയുന്നുണ്ട്, അമ്മ എന്തായാലും പോയിരിക്കുന്നത് മല്ലികാമ്മയുടെ അടുക്കലേക്കാണ്. അവിടെ ഇന്ന് പുതിയ വീടിൻ്റെ പാലുകാച്ചാണെന്ന് പറയുന്നു. അയ്യോ, എന്തിനാണ് അമ്മ അങ്ങോട്ടേക്ക് പോയത്? മനസ്സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ഇനി വഴിയിലിറങ്ങി നടക്കാൻ വയ്യ. എൻ്റെ കൂട്ടുകാരികളുടെയൊക്കെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്തയായി. അമ്മയും മോനും കൂടെ ചെയ്ത് കൂട്ടുന്ന കുറേ കാര്യങ്ങളെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ വിനയം പറയുന്നുണ്ട്, അതൊക്കെ മാറുപടി, ഞാൻ മുഖ്യമന്ത്രിയാവും, പിന്നെ നിനക്ക് സ്റ്റേറ്റ് കാറിൽ പോകാമെന്ന് പറയും. അയ്യോ, ഒന്നും വേണ്ട, മനസ്സമാധാനം കിട്ടിയാൽ മതി എന്ന് സോന പറയുന്നു. ഇവിടെ പ്രതിഭയാണെങ്കിൽ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. പോയിട്ട് 2-3 പരിപാടികളുണ്ട്, മുൻ മുഖ്യമന്ത്രി അല്ലായിരുന്നോ, അതുകൊണ്ട് പരിപാടികളിലൊന്നും പങ്കെടുക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മല്ലികാം പറഞ്ഞു, എന്തായാലും നീ വന്നല്ലോ, അത് വലിയ സന്തോഷമായി എന്ന് പറയുന്നു. നീ വെറും കൈയോടെ എന്തായാലും മടങ്ങിപ്പോണ്ട, ഞാൻ നിനക്കൊരു സമ്മാനം തരാമെന്നും പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ പ്രതിഭ ചോദിക്കും, സമ്മാനമോ, അതെന്ത് സമ്മാനം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മല്ലികാം പറയുന്നുണ്ട്, അതൊക്കെ ഉണ്ട്, എന്തായാലും നമ്മൾ തമ്മിലുള്ള പിണക്കം മധുരത്തോടെ തന്നെ അവസാനിക്കട്ടെ. നീ എനിക്കൊരു മധുരം സമ്മാനിച്ചു, അപ്പോൾ പിന്നെ ഞാനും നിനക്ക് മധുരം തരണ്ടേന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ചിത്തിരെ ഉപദേശിക്കുക കേട്ടോ ചെയ്യുന്നത്. അച്ഛമ്മതേ പ്രായമായിട്ട് വരികയാണ്, അച്ഛമ്മയെ നന്നായിട്ട് നോക്കിക്കോണമെന്ന് പറയുന്നു. ഞാൻ നോക്കിക്കോളാമെന്നും നീ എന്തായാലും ഇവിടെ നില്ല്, ഞാൻ പോയി സമ്മാനം എടുത്തിട്ട് വരാമെന്നും പറയാം കേട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ. അപ്പോൾ ഉടനെ മല്ലികാമ്മ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പ്രതിഭയുടെ മുഖത്തൊരു വെപ്രാളമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എന്ത് സമ്മാനമാണോ തരാൻ പോകുന്നത്, കാരണം കുറ്റി നോക്കി നല്ല പൊട്ടിയിലാണോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ മല്ലികാമ്മ വിശക്കേക്കും എടുത്തുകൊണ്ട് വരിക കേട്ടോ ചെയ്യുന്നത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്ന കണക്ക് മല്ലികാമ്മ ആ കേക്കും എടുത്തുകൊണ്ട് നേരെ പ്രതിഭയുടെ അടുക്കലേക്ക് വരുന്നു. പ്രതിഭയ്ക്കാണെങ്കിൽ ഇത് വിശക്കേക്കാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. പ്രതിഭ വിചാരിച്ചിരിക്കുന്നത് മല്ലിക ഇന്ന് പാല് കാച്ചുന്ന സമയത്ത് എങ്ങനെയെങ്കിലും കൊല്ലപ്പെടും, അത് കാണാൻ വേണ്ടിയിട്ടാണ് പ്രതിഭ വന്നത്. പക്ഷെ അത് കാണാനൊട്ട് പറ്റിയതുമില്ല. വിശക്കൊക്കെ തൻ്റെ കയ്യിലാവുകയും ചെയ്തു കേട്ടോ. ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് പ്രതിഭ. ഇതൊരു കേക്കാന്ന് പറഞ്ഞു. പകരത്തിന് പകരമാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, നീ എനിക്കൊരു മധുരം സമ്മാനിച്ചു, ഞാൻ നിനക്ക് ഒരു മധുരം സമ്മാനിക്കുന്നു. നമ്മൾ തമ്മിലുള്ള വഴക്കും പിണക്കവും ഒക്കെ ഇതോടുകൂടി തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനമാകട്ടെ എന്ന് പറയുന്നു. ന്യൂ ഇയറൊക്കെ അല്ലേ, ഇത് നിരഞ്ജനയ്ക്കുള്ള സമ്മാനമാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അതേതായാലും നന്നായി നീ കേക്ക് തന്നത്, എന്തായാലും ഒരു കേക്ക് വാങ്ങണമെന്ന് വിചാരിച്ച, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നു. പ്രതിഭയാണെങ്കിൽ 2 കൈ നീട്ടി ആ വിഷ കേക്ക് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അധിക നേരം ഞാൻ നിൽക്കുന്നില്ല, പോയിട്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ്. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ചിത്തിരയെ ഉപദേശിക്കാനും ഒക്കെ ശ്രമിക്കുന്നു. ചിത്തിര പറയുന്നുണ്ട്, എന്നെയൊക്കെ ആരുടെ ഉപദേശമൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. മഹേഷേ പോട്ടെ എന്നിങ്ങനെ പറയുന്നു. ശരി ശരി പോക്കോ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് മഹേഷ്. ഇവരൊരിക്കലും നന്നാവാനായിട്ട് പോകുന്നില്ലെന്ന് സുജ പറയാട്ടോ ചെയ്യുന്നത്. എന്തെങ്കിലും ആവട്ടെ എന്ന് മല്ലികാമ്മയും പറയുന്നു. പിന്നീട് നിരഞ്ജനയുടെ അടുക്കലേക്ക് ആ കേക്കുമായിട്ട് വരിക കേട്ടോ ചെയ്യുന്നത്. ഇപ്പോഴെങ്കിലും വന്നല്ലോ എന്ന് നിരഞ്ജന ചോദിക്കുന്നു. ദേ ഒരു കേക്കാണെന്ന് പറയുന്നു. ആ കേക്ക് എന്ന് നിരഞ്ജന ഇങ്ങനെ പറയട്ടോ ചെയ്യുന്നത്. അവൾ തന്നത് ആ മല്ലിക, അമ്മയ്ക്ക് നാണമില്ലേ അവരുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിക്കാൻ, അതും ആ മല്ലികാമ്മയുടെ കയ്യിൽ നിന്ന് എന്ന് വിനയം ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ അവൾക്കൊരു കേക്ക് കൊടുത്തു, അവൾ എനിക്ക് തിരിച്ചു ഒരു കേക്ക് തന്നു, പകരത്തിന് പകരം വീട്ടിയത് അവളെന്ന് പറയാട്ടോ ചെയ്യുന്ന പ്രതിഭ. അപ്പോൾ സോന വന്നിട്ട് പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ കുഴപ്പം, അമ്മ ഒരു കേക്ക് മല്ലികാമ്മയ്ക്ക് കൊടുത്തത് നല്ലത്, മല്ലികാമ്മ അമ്മയ്ക്ക് ഒരു കേക്ക് കൊടുത്ത് വളരെ നല്ലതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നിനക്കങ്ങനെ പറയാം, നാണക്കേട് ഞങ്ങൾക്കാണെന്ന് പറയാട്ടോ ചെയ്യുന്ന വിനയൻ. അപ്പോൾ ഉടനെ സോന പറയുന്നുണ്ട്, എന്ത് നാണക്കേട്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ തീരുവാണെന്നുണ്ടെങ്കിൽ തീരട്ടെ, കേക്കിനെ പുറത്തൊരു ഐസ് കോട്ടിങ് കണ്ടിട്ടില്ലേ, അങ്ങനെ അത് ബ്രേക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മഞ്ഞുരുകും പോലെ പോകട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ കേക്ക് തന്നതൊക്കെ ഇരിക്കട്ടെ, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീരാനായിട്ട് കുറേ കടമ്പകൾ കടക്കണം, അത് ഇപ്പോഴൊന്നും തീരാനായിട്ട് പോകുന്നില്ല എന്ന് പ്രതിഭ പറയുക കേട്ടോ ചെയ്യുന്നത്. ഓഹോ, അപ്പോൾ നിങ്ങൾ നന്നാവാൻ പ്ലാനൊന്നും ചെയ്തിട്ടില്ല എന്ന് സുജ ചോദിക്കുന്നു. എനിക്കൊരു പ്ലാനും ഇല്ല. അപ്പോൾ ഉടനെ വിനയം ചോദിക്കുന്നത്, അവിടെ ഒന്നും നടന്നില്ല അമ്മയും ചോദിക്കുന്നു. ഒന്നും നടന്നില്ലടാ, അത് കാണാൻ വേണ്ടി ഞാൻ പോയത്, ഇനി ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറയാം കേട്ടോ ചെയ്ത്. അതെന്ത് വഴിയാണെന്ന് ചോദിക്കുന്നു. അതൊക്കെ ഞാൻ പറയാം. എന്നിട്ട് നിരഞ്ജനയുടെ കയ്യിലേക്ക് ആ വിഷക്കേക്ക് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് പ്രതിഭ. എന്നിട്ട് നിരഞ്ജനയുടെ കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പൊക്കെ ഒരുക്കാനായിട്ട് പറയുകയും ചെയ്യുന്നു. പിന്നീട് രാഗിണിയും ഹരിയും മഹേഷും കൂടെ പോകാനായിട്ട് ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എന്ന് മല്ലികാമ്മ പറയുന്നുണ്ട് കേട്ടോ. രാഗിണിയുടെ മുഖത്തൊരു സന്തോഷവും ഇല്ല. ഹരി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ അടിപൊളിയായിരുന്നു എന്ന് പറയുന്നു. രാഗിണിയോട് ചോദിക്കുമ്പോഴത്തേക്കും രാഗിണി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. രാഗിണിയുടെ മുഖത്ത് തന്നെയുണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് മല്ലികാമ്മ പറഞ്ഞു. പിന്നീട് രാഗിണിയെ മാറ്റി നിർത്തിയിട്ട് മല്ലികാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല, ഞാൻ അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാനൊന്നും പോകുന്നില്ല, എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങി, ഇനി എനിക്ക് മഹേഷിനെ കൊണ്ട് ഒരു ആവശ്യമില്ല എന്ന് പറയുന്നു. അതിപ്പോൾ പറയുന്നതല്ലേ, പിന്നെ ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ എന്ന് രാഗിണി മുന വെച്ച് പറയാട്ടോ ചെയ്യുന്നത്. രാഗിണി അവനെ സ്നേഹിച്ച് അവൻ നിന്നെ പൊന്നുപോലെ നോക്കുമെന്ന് പറയുന്നു. അതിന് ഞാൻ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ, അങ്ങേരുടെ മനസ്സിൽ നിങ്ങളല്ലേ ചോദിക്കുമ്പോൾ, ഞാൻ അവൻ്റെ ചേച്ചിയല്ലേ, അല്ലാതെ ഞാനും അവനും തമ്മിൽ എന്തൊരു ബന്ധമാണുള്ളത്, നീ പേടിക്കേണ്ട, എല്ലാം ശരിയാവും, നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ഹരിക്കൊപ്പം സുഖമായിട്ട് ജീവിക്കൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് അവർ യാത്രയാകുന്നു. പിന്നീട് സുജിയും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് യാത്രയാവട്ടോ ചെയ്യുന്നത്. നായിക്കാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് വരിക കേട്ടോ ചെയ്യുന്നത് ആ കൊലയാളിയുടെ അടുക്കലേക്ക്. എന്നിട്ട് വന്നിട്ട് ചോദിക്കുന്നില്ല, എന്തായിടോ അവർ മരിച്ചില്ലല്ലോ, അവർ
അവർ കേക്കും കഴിച്ചില്ലെന്നാണ് തോന്നുന്നത് പറഞ്ഞു. അപ്പോൾ അവിടെ കൊലയാളി പറയുന്നുണ്ട് കേക്ക് കഴിക്കാതെ എങ്ങനെ മരിക്കുമെന്ന് ചോദിക്കുന്നു. പിന്നെ അവിടെ എന്താ നടന്നത്, അവരെന്തുകൊണ്ട് കേക്ക് കഴിച്ചില്ല, അവിടെ കേക്ക് കട്ട് ചെയ്യലും മറ്റും പരിപാടികളെല്ലാം നടന്നു അറിയാമോ, എന്നിട്ടും അവർ കേക്ക് കഴിച്ചതുമില്ല, അവർ മരിച്ചതുമില്ല. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചിടോ എന്ന് നായിക ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അല്ല സാർ, ഞാൻ കറക്റ്റായിട്ട് തന്നെ ആ കേക്ക് അവിടെ കൊണ്ട് കൊടുത്തതെന്ന് പറയുമ്പോൾ നായിക പറഞ്ഞു തനിക്ക് തെറ്റ് പറ്റിയതായിരിക്കും, താൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും കൊണ്ട് കൊടുത്തത് പറയാം കേട്ടോ ചെയ്യുന്നത്. അല്ല സാർ, ഞാൻ അവിടെ തന്നെയാണ് കൊണ്ട് കൊടുത്തത്, അവർക്ക് കൃത്യമായി അവരുടെ കയ്യിൽ തന്നെ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട്, താനൊന്ന് പോയി അന്വേഷിക്കും എന്താ കാര്യമെന്ന്. ഇനി ഈ കാര്യത്തിൽ ഞാൻ നാണം കെടും, പ്രതിഭയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും സാധിക്കത്തില്ല. താൻ ഈ കാര്യത്തിലും കൂടെ പരാജയപ്പെട്ട ഒരുപാട് പേരെ ഞാൻ ആ മല്ലികയെ കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് അതെല്ലാം പരാജയപ്പെട്ടു, ഇതും കൂടെ പരാജയപ്പെട്ടാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. ഇവിടെ നിന്ന് താളം ചവിട്ടാതെ താൻ പോയി അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നായിക്ക് പൊട്ടിത്തെറിച്ച് ആ കൊലയാളിയെ പറഞ്ഞു വിടുക കേട്ടോ ചെയ്യുന്നത്, മല്ലികമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ടും ആ കേക്കിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള സത്യാവസ്ഥ കണ്ടുപിടിക്കുന്നതിനായിട്ടും. സാർ വിഷമിക്കേണ്ട എന്നും ഞാൻ ആ കേക്കിൽ വിഷം കുത്തിവെച്ച് അവിടെ തന്നെയാണ് കൊടുത്തതെന്നും അവർ ചിലപ്പോൾ കേക്ക് കഴിച്ച് കാണത്തില്ല, ഞാൻ എന്താണെന്ന് അന്വേഷിക്കാമെന്നും പറഞ്ഞ് കൊലയാളി പോകുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് അയാൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയുടെ വേഷത്തിൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അയ്യോ ഇപ്പോഴാണോ വരുന്നതെന്ന് മല്ലികാമ്മ ചോദിക്കുന്നു. വരൂ ഭക്ഷണം വിളമ്പാമെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ആ കേക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ പറയുന്നു അയ്യോ ഒന്നും തോന്നരുത് കേട്ടോ, ആ കേക്ക് ഞങ്ങൾ ഒരാൾക്ക് കൊടുത്തു വിട്ടു എന്ന് പറയും. കൊടുത്തു വിടുക, ആർക്ക് കൊടുത്തു വിട്ടു എന്ന് അയാൾ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. മുൻ മുഖ്യമന്ത്രി ഇല്ലേ പ്രതിഭ, അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവർ ഞങ്ങൾക്കൊരു കേക്ക് തന്നു, അതിന് പകരമായിട്ട് ഞങ്ങൾ കൊടുത്തു വിട്ടതാണെന്ന് ചിത്തിര പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന കൊലയാളിയുടെ കണ്ണ് മഞ്ഞളിക്കാട്ടോ ചെയ്യുന്നത്. ദൈവമേ തീർന്നു, ഇനി ഒരു കൂട്ട കൊലപാതകമായിരിക്കുമല്ലോ അവിടെ നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അന്തം വിട്ട് അയാൾ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നുണ്ട് എന്ത് പറ്റി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതെന്ന് ചോദിക്കും. ഒന്നുമില്ല, ഞാനെന്താ പൊക്കോട്ടേയും ചോദിക്കും. എന്താ പെട്ടെന്ന് പോകുന്നു, ഗ്ലാസ് ചായ കുടിച്ചിട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. ഒന്നും തോന്നരുത് കേട്ടോ, പ്രതിഭ ഒരു കേക്ക് കൊണ്ട് തന്നു, ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും കൊടുക്കാതെ വിടുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് കൊടുക്കേണ്ടി വന്നതെന്ന് പറയട്ടോ ചെയ്യുന്നത്. അതൊന്നും സാരമില്ല, എനിക്ക് അത്യാവശ്യമുണ്ട്, ഞാൻ പൊക്കോട്ടേയും പറഞ്ഞുകൊണ്ട് അയാൾ വേഗം അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. അയാളുടെ വെപ്രാണം പരവേശവും കാണുമ്പോഴത്തേക്കും മല്ലികാമ്മയ്ക്കും ചിത്തിരയ്ക്കും എന്തൊക്കെ സംശയങ്ങൾ തോന്നുക കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നതെന്നുള്ള രീതിയിൽ. എന്തായാലും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്ന എനിക്ക് പ്രതിഭയ്ക്ക് നല്ല 8ൻ്റെ പണി തന്നെയാണ് കേട്ടോ കിട്ടിയത്. മല്ലികാമ്മയ്ക്കും ആ ചിത്തിരയ്ക്കും ആ വിഷക്കേക്ക് കൊടുത്തു വിടാൻ പറ്റിയ ആളെന്തായാലും കൊള്ളാം, പ്രതിഭ തന്നെ. പ്രതിഭയ്ക്ക് അവിടെ വരാൻ തോന്നിയത് ഒരു കേക്ക് ആയിട്ട് വന്നത് തന്നെ വലിയ കാര്യമായി കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ആ ചതിയിൽ പ്രതിഭ തന്നെ വീഴുന്നു. പെട്ടെന്ന് ആ കൊലയാളി നായകനെ വിളിച്ചിട്ട് പറയും, നായിക് സാർ, ഞാനിവിടെ വന്ന് അന്വേഷിച്ചു, ആ വിഷക്കേക്ക് കൊണ്ടുപോയിരിക്കുന്ന മറ്റാരുമല്ല പ്രതിഭയാണെന്ന് പറയുന്നു. സാർ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം, അവരോട് ആ കേക്ക് കഴിക്കരുതെന്ന് പറയണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൂട്ട മരണം നടക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത് ആ കൊലയാളി. അവിടെയാണെങ്കിൽ കേക്കെല്ലാം തുറന്ന് വെച്ച് കട്ട് ചെയ്യാനുള്ള സെറ്റപ്പായിരിക്കുകയാണ്. നിരഞ്ജനയാണെങ്കിൽ എല്ലാവരെയും വിളിച്ച് വരുത്തുകട്ടോ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് വന്നേ, ഈ കേക്ക് മുറിക്കാനായിട്ട് ഞാൻ പോവുകയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും തന്നെ കൊലയാളി വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, വേഗം ചെല്ലണം സാറേ, അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ഇവിടെ കേക്കെല്ലാം തുറന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നു. സോന, പ്രതിഭ, വിനയൻ, നിരഞ്ജന എല്ലാവരും എത്തുന്നു. നിരഞ്ജന ആ കേക്ക് മുറിക്കുന്നു. അപ്പോഴത്തേക്ക് പ്രതിഭ തന്നെ ആദ്യത്തെ മുറി കഴിക്കുകയും ഹോസ്പിറ്റലിലാവുകയും ചെയ്യട്ടോ. ആ സമയത്ത് തന്നെ നായിക്ക് വരും, അതുകൊണ്ട് തന്നെ പ്രതിഭയുടെ ജീവൻ രക്ഷപ്പെടും. പക്ഷേ എന്നാലും പണി കിട്ടുക തന്നെ ചെയ്യും പ്രതിഭയ്ക്ക് കേട്ടോ, അത് നമുക്ക് കാണാൻ സാധിക്കും.